നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. 30 ദിവസം തടവിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രി മുതൽ സംസ്ഥാന മന്ത്രിമാർ വരെ പുറത്താകുന്ന നിർണായക ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച സർക്കാർ. വൻ പ്രതിഷേധവുമായി പ്രതിപക്ഷം. ബിൽ 31 അംഗ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. ബില്ലിനെ പരസ്യമായി പിന്തുണച്ച നിലപാട് തിരുത്തി ഡോക്ടർ ശശി തരൂർ MP. 30 ദിവസം ജയിലിലായാൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമെന്ന ബില്ലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിൽ BJP ഇതര സർക്കാരുകളെ വേട്ടയാടാനുള്ള സംഘപരിവാറിന്റെ കുതന്ത്രം. ഭരണഘടനാ ഭേദഗതിക്കെതിരെ ഒറ്റക്കെട്ടായി രംഗത്തു വരണമെന്നും മുഖ്യമന്ത്രി. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയെ ആക്രമിച്ച പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് പോലീസ്. പിടിയിലായത് ഗുജറാത്ത് സ്വദേശിയായ രാജേഷ് കിംജി. ആക്രമണം ജനസമ്പർക്ക പരിപാടിക്കിടെ. കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന ചാണ്ടിയുമ്മൻ MLAയുടെ നടപടിയിൽ വിവാദം. പരസ്യ വിമർശനവുമായി DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ. ഓഫീസിലെത്തി അനുനയിപ്പിച്ച് ചാണ്ടിയുമ്മൻ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പെന്ന് നേതൃത്വം. NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ പത്രിക നൽകി. അനുഗമിച്ച് പ്രധാനമന്ത്രിയും BJP NDA നേതാക്കളും. പിന്തുണ NDAക്ക് തന്നെയെന്ന് YSR കോൺഗ്രസ്. തീരുമാനം പിന്നീടെന്ന് BRS. മാധ്യമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി. ഒരു കൂട്ടം മാധ്യമങ്ങൾ സർക്കാരിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നെന്ന് വിമർശനം. മാധ്യമപ്രവർത്തനം എന്ന പേരിൽ ഇടതുപക്ഷത്തിനും സർക്കാരിനുമെതിരെ വാർത്തകൾ ചമയ്ക്കുന്നു. മുഖ്യമന്ത്രിയുടെ വിമർശനം കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട സർക്കാർ രേഖ ചോർന്ന സംഭവത്തിൽ. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. തിങ്കളാഴ്ച വരെ അറസ്റ്റ് പാടില്ല. തെളിവുകൾ ഹാജരാക്കാൻ പരാതിക്കാരിക്ക് സമയം അനുവദിച്ചു. വിവാഹ വാഗ്ദാനം നൽകിയെന്നത് ക്രിമിനൽ കുറ്റത്തിന് കാരണമാകില്ലെന്ന് കോടതി. സമൂഹമാധ്യമ ചാറ്റുകൾ തെളിവല്ലെന്നും നിരീക്ഷണം. എറണാകുളം പറവൂരിൽ വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ അയൽവാസിയായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയ്ക്കുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം. ഇരുവരും ഒളിവിൽ. മാജിസ്ട്രേറ്റിന്റെ അനുമതിയോടെ മകളെ കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് സംഘം. നിയമവിരുദ്ധമെന്ന് അഭിഭാഷക. പ്രതിപക്ഷ ബഹളത്തിനിടെ ഓൺലൈൻ ചൂതാട്ട ഗെയിമുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയുള്ള ബിൽ ലോക്സഭ പാസാക്കി. ചർച്ച കൂടാതെയാണ് ബിൽ പാസാക്കിയത്. നിയമലംഘനത്തിന് 3 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. കുറ്റം ആവർത്തിച്ചാൽ 5 വർഷം വരെ തടവും 20 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. വെടിനിർത്തൽ ചർച്ചകൾക്കിടെ ഗസ പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി. 60,000 സൈനികരെ പുതുതായി വിന്യസിക്കും. ഗസയിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്യുന്നുവെന്ന് റിപ്പോർട്ടുകൾ. വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കുടിയേറ്റക്കാരെ താമസിപ്പിക്കാനും നീക്കം. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ മെമ്മറി കാർഡ് വിവാദത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കുമെന്ന് പ്രസിഡന്റ് ശ്വേതാ മേനൻ. ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അംഗങ്ങൾക്കിടയിലെ പരാതികൾ ചർച്ചയായി. പ്രശ്നം പരിഹരിക്കാൻ സബ് കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും അമ്മ അധ്യക്ഷ. യുവ നേതാവ് അശ്ലീല സന്ദേശം അയച്ചുവെന്ന വെളിപ്പെടുത്തലുമായി നടി റിനി ആൻ ജോർജ്. ദുരനുഭവം നേരിട്ട കാര്യം പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചു. ഒരു നേതാവിനോട് പരാതി പറഞ്ഞപ്പോൾ അത് അവന്റെ മിടുക്ക് എന്ന മറുപടി കിട്ടിയെന്നും നടി. ഹൂ കെയേഴ്സ് എന്ന മനോഭാവമുള്ള യുവ നേതാവാണ് അശ്ലീല സന്ദേശം അയച്ചതെന്നും പേര് പറയുന്നില്ലെന്നും റിനി ആൻ ജോർജ്. പാലക്കാട് വടക്കന്തറയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരുക്ക്. പൊട്ടിയത് റോഡരികിൽ ഉപേക്ഷിച്ച ബോൾ രൂപത്തിലുള്ള സ്ഫോടക വസ്തു. പന്നിപ്പടക്കമെന്ന് സംശയം. കോഴിക്കോട് കളക്ടറേറ്റിലെ വാട്ടർ ടാങ്കിൽ മരപ്പട്ടി ചത്ത നിലയിൽ. ജഡത്തിന് ദിവസങ്ങളുടെ പഴക്കം. ജീവനക്കാർ ഉപയോഗിച്ചത് മലിനമായ വെള്ളം. മരപ്പട്ടിയുടെ ജഡം കണ്ടെത്തിയത് ദുർഗന്ധം ഉണ്ടായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ. രാഷ്ട്രപതിയുടെ റഫറൻസിന്മേലുള്ള വാദത്തിൽ ഗവർണർമാരുടെ നടപടികളിൽ ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. ബില്ലുകൾ പുനഃപരിശോധനയ്ക്ക് അയക്കാതെ അനന്തകാലം തടഞ്ഞുവയ്ക്കുകയല്ലേ ചെയ്യുന്നതെന്ന് ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യം. തമിഴ്നാടിന്റെ 10 ബില്ലുകൾ പിടിച്ചുവച്ചിട്ടും അക്കാര്യം വ്യക്തമാക്കിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായ്. കർണാടകയിലെ ചിത്രദുർഗയിൽ 20-കാരി കൊല്ലപ്പെട്ട നിലയിൽ. റോഡരികിലാണ് 2ാം വർഷ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തിയത്. നഗ്നമാക്കപ്പെട്ട ശരീരം പാതി കത്തിയ നിലയിൽ. ആൺസുഹൃത്ത് ചേതൻ കുറ്റം സമ്മതിച്ചു. ചിത്രദുർഗയിൽ വ്യാപക പ്രതിഷേധം.
ചാരിറ്റി വീഡിയോകൾ ഉപയോഗിച്ച് വ്യാജ QR കോഡുകളും UPI നമ്പറുകളും ഉപയോഗിച്ച് വൻ തട്ടിപ്പ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഹരിയാന, ചണ്ഡീഗഡ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചാണ് തട്ടിപ്പ്. ഫിറോസ് കുന്നംപറമ്പിൽ, ഷമീർ കുന്നമംഗലം തുടങ്ങിയവരുടെ വീഡിയോകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പ്. പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആരാധനാലയം പൊളിച്ചു നീക്കി. ബിലാസ്പൂരിലാണ് ആരാധനാലയവും വീടും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയത്. സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചതിനാലാണ് നടപടി എന്നാണ് വിശദീകരണം. സിനിമ നയരൂപീകരണത്തിന്റെ കരട് 1 മാസത്തിനകം മുദ്രവെച്ച കവറിൽ നൽകണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. നിയമനിർമ്മാണത്തിൽ എല്ലാ വിഭാഗങ്ങളുടെയും പരിരക്ഷ ഉറപ്പുവരുത്തണമെന്നും കോടതി. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ പോലീസിന്റെ അന്വേഷണ കണ്ടെത്തൽ തള്ളി സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. പോലീസ് കണ്ടെത്തിയ ആയുധം ഉപയോഗിച്ച് സെല്ലിന്റെ കമ്പി മുറിക്കാൻ കഴിയില്ലെന്ന് സമിതി അംഗം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും അന്വേഷണ സമിതി. വോട്ട് കൊള്ള ആരോപണത്തിലും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്ലക്കാർഡുകളുമായി ലോക്സഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. വോട്ടർ പട്ടിക ക്രമക്കേട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ നൽകിയ നോട്ടീസുകൾ ഉപാധ്യക്ഷൻ തള്ളിയതിൽ രാജ്യസഭയിലും പ്രതിഷേധമുയർന്നു. പാലക്കാട് തൃത്താലയിൽ പോലീസിനെ കബളിപ്പിച്ച് വീടിന്റെ മച്ചിലൊളിച്ച പ്രതിയെ പിടികൂടി. യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി സുൽത്താൻ റാഫിയെയാണ് പോലീസ് പിടികൂടിയത്. അഗ്നി 5 മിസൈൽ പരീക്ഷണം വിജയം. ഒഡീഷയിലെ ചന്ദിപൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലാണ് പരീക്ഷണം നടത്തിയത്. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് നടപടി നേരിട്ട കോൺഗ്രസ് നേതാക്കളുടെ അച്ചടക്ക നടപടി പിൻവലിച്ച് KPCC മുൻ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ളവർക്കെതിരായ നടപടിയാണ് പിൻവലിച്ചത്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിപിടിയിൽ. മുങ്കിൽമട സ്വദേശി ആറുചാമിയാണ് പിടിയിലായത്. കൊഴിഞ്ഞാമ്പാറ സ്വദേശി സന്തോഷിനെ വീട്ടിൽ കയറി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കുന്നതിനെ എതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. നല്ല യുവ നേതൃത്വം സംസ്ഥാനത്തുണ്ട്. ഗ്രൂപ്പിസത്തിന്റെ കെടുതികൾ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് അറിയും. ഗ്രൂപ്പുകൾക്കതീതമായി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും VM സുധീരൻ. കണ്ണൂരിൽ KSU പ്രവർത്തകനെ MSF യൂത്ത് ലീഗ് പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന് പരാതി. പരിക്കേറ്റ അജ്മൽ റോഷനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തളിപ്പറമ്പ് സർ സയ്യിദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകിയതാണ് മർദ്ദനത്തിന് പിന്നിലെന്ന് KSUവിന്റെ ആരോപണം. ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടത്തിന് അംഗീകാരം നൽകുന്നത് മന്ത്രിസഭ മാറ്റിവെച്ചു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും കുറിപ്പ് വിശദമായി പരിശോധിക്കാൻ മന്ത്രിമാർക്ക് സാവകാശം ലഭിക്കാത്തതുകൊണ്ടാണ് തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചത്. അടുത്ത മന്ത്രിസഭാ യോഗം ചട്ടത്തിന് അംഗീകാരം നൽകും. മലപ്പുറം നിലമ്പൂർ ആനക്കുളത്ത് കുടുംബങ്ങൾ താമസിക്കുന്നത് സുരക്ഷിതമല്ലാത്ത സ്ഥലത്തെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. 5 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കണമെന്നും റിപ്പോർട്ട്. സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 4 പേർ മരിച്ചു. മലപ്പുറം വണ്ടൂർ സ്വദേശി ബിഷറാണ് മരിച്ച മലയാളി. ഇന്നലെ രാത്രി റിയാദിനടുത്ത ഖർജിലായിരുന്നു അപകടം. തമിഴ്നാട് മധുരയിൽ TVK സമ്മേളനത്തിനിടെ കൂറ്റൻ കൊടിമരം വീണ അപകടം. 100 അടി നീളമുള്ള കൊടിമരം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കൊടിമരം വീണ് കാർ തകർന്നു. ഏഷ്യാ കപ്പിലെ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരത്തിനെതിരെ ആദിത്യ താക്കറെ. മത്സരം നടത്തരുതെന്ന കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയ്ക്ക് ആദിത്യ താക്കറെ കത്തയച്ചു. കോട്ടയം മാനത്തൂരിൽ രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. പെട്രോൾ പമ്പിലേക്ക് കയറിയ കാറിന്റെ പിന്നിൽ ആംബുലൻസ് ഇടിക്കുകയായിരുന്നു. ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗിയെ മറ്റൊരു ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ബീഹാറും പശ്ചിമ ബംഗാളും സന്ദർശിക്കും. ഗയയിൽ 13,000 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര തുടരുന്നതിനിടെയാണ് മോദിയും ബീഹാറിലേക്ക് എത്തുന്നത്.
കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ യുവതിയെയും ആൺ സുഹൃത്തിനെയും വീട്ടിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി. ഉരുവച്ചാൽ സ്വദേശി പ്രവീണ, കുട്ടാവ് സ്വദേശി ജിജേഷ് എന്നിവരെയാണ് പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഇരുവരെയും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. PJ കുര്യനെതിരെ വീണ്ടും യൂത്ത് കോൺഗ്രസ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് അവാർഡ് നൽകിയതിനെതിരെയാണ് വിമർശനം. ഭരണ മികവിന് സ്വകാര്യ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡാണ് വീണ ജോർജിന് PJ കുര്യൻ സമ്മാനിച്ചത്. എറണാകുളം ഏനാനല്ലൂരിൽ ഭാര്യയെ തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. ഏനാനല്ലൂർ സ്വദേശി അനന്തു ചന്ദ്രനാണ് അറസ്റ്റിലായത്. മദ്യപാനം ചോദ്യം ചെയ്തതിന് ചുറ്റിക ഉപയോഗിച്ച് തലക്കടിക്കുകയായിരുന്നു. കോഴിക്കോട് നാദാപുരത്ത് സ്കൂൾ വിദ്യാർത്ഥിനി ഗർഭിണിയായ കേസിൽ DNA പരിശോധനയ്ക്ക് അനുമതി തേടി കേസ് അന്വേഷണ സംഘം. കുഞ്ഞിന്റെ പിതൃത്വം തിരിച്ചറിയുന്നതിനായി പോലീസ് DNA പരിശോധന ആവശ്യപ്പെട്ട് കോഴിക്കോട് പോക്സോ കോടതിയിൽ അപേക്ഷ നൽകി. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം എരഞ്ഞിപ്പാലം സ്വദേശിയായ 11-കാരിക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് അവയവ മാറ്റിവെക്കലിനായി കേസോട്ടയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് 2832 പേർ. ഇതിൽ 2193 പേരും വൃക്ക രോഗികളാണ്. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കാൻ രൂപീകരിച്ച കേസോട്ടോ പൂർണ്ണ പരാജയമെന്ന് സർക്കാർ ഡോക്ടർ പറഞ്ഞത് വിവാദമായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിട നമ്പർ തട്ടിപ്പിൽ പരാതിയുമായി മുഖ്യമന്ത്രിയെ കാണാൻ പുറപ്പെട്ട കോൺഗ്രസ് നേതാവിനെ തടഞ്ഞ് നേതൃത്വം. കോർപ്പറേഷന്റെ സർവകക്ഷി സംഘത്തിൽ നിന്ന് UDF അംഗങ്ങൾ അപ്രതീക്ഷിതമായി പിന്മാറി. ഇടുക്കി രാജാക്കാട് മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചു. വെട്ടികുളം വീട്ടിൽ മധുവാണ് മരിച്ചത്. ഈ മാസം 14-നാണ് മകൻ സുധീഷിന്റെ മർദ്ദനമേറ്റ് മധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോഴിക്കോട് വെങ്ങളത്ത് റെയിൽവേ ലൈനിൽ ഗർത്തം. വെങ്ങളം കൃഷ്ണകുളം ഭാഗത്താണ് റെയിൽവേ ലൈനിന് നടുവിൽ മെറ്റൽ നീങ്ങി ഗർത്തം രൂപപ്പെട്ടത്. DYFI പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് വലിയ അപകടം ഒഴിവായി. എറണാകുളം മൂവാറ്റുപുഴയിൽ സ്കൂൾ ബസിന് പിന്നിൽ ടോറസ് ലോറി ഇടിച്ച് അപകടം. 13 വിദ്യാർത്ഥികൾക്ക് നിസ്സാര പരുക്ക്. വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിലെ ബസിന് പിറകിലാണ് ലോറി ഇടിച്ചത്. കൊല്ലം പുനലൂരിൽ ലോറി ഡ്രൈവർക്ക് യുവാക്കളുടെ ക്രൂരമർദ്ദനം. കോഴിക്കോട് കാരന്തൂർ സ്വദേശി വിഘ്നേഷിനെയാണ് കാറിൽ പിന്തുടർന്നെത്തിയ സംഘം മർദ്ദിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിഘ്നേഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് അനധികൃതമായി അരി കടത്താൻ ശ്രമം. 75 ചാക്കോളം അരി കടത്തിക്കൊണ്ടു പോകാനായിരുന്നു ശ്രമം. പോലീസ് എത്തിയതോടെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ടോറസ് ലോറിക്ക് തീപിടിച്ചു. 1-ാം വളവിനും അടിവാരത്തിനും ഇടയിൽ വെച്ചാണ് അപകടമുണ്ടായത്. കോട്ടയം നഗരത്തിൽ തെരുവുനായ ആക്രമണം. KSRTC സ്റ്റാൻഡിന് സമീപവും കോട്ടയം ചന്തയിലുമായി നിരവധി പേരെ നായ കടിച്ചു. നായയ്ക്ക് വിഷബാധയുള്ളതായി സംശയം. പറവൂർ സബ് കോടതിയിൽ ബോംബ് ഭീഷണി. മെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് സ്ക്വാഡിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കോഴിക്കോട് വട്ടോളിയിൽ സ്വകാര്യ ബസ് മറിഞ്ഞ അപകടം. 8 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 20 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കണ്ണൂർ പെരിങ്ങത്തൂരിൽ സ്വകാര്യ ബസ്സിൽ കയറി കണ്ടക്ടറെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികൾ തലശ്ശേരി കോടതിയിൽ കീഴടങ്ങി. സ്വർണ്ണക്കടത്ത് സംഘത്തിൽ ഉൾപ്പെട്ട സവാദ്, വിശ്വജിത്ത് അടക്കം 4 പേരാണ് കീഴടങ്ങിയത്. എറണാകുളം ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്ത പരിശോധന. 24 സ്കൂൾ ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തു. കൊല്ലം കടക്കയിലെ CPIM കോൺഗ്രസ് സംഘർഷത്തിൽ പ്രതികരണവുമായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അക്രമം അവസാനിപ്പിക്കാൻ CPIM തയ്യാറാകണമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. 2018 കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ ഭാഗമായുള്ള പരാതി പരിഹാര സമിതി പുനഃസംഘടിപ്പിച്ചു. അഡീഷണൽ നിയമ സെക്രട്ടറിയായി വിരമിച്ച N ജീവനാണ് ചെയർമാൻ. വിരമിച്ച ചീഫ് കൺസൾട്ടന്റും പോലീസ് സർജനുമായ ഡോക്ടർ PB ഗുജറാൾ, സംസ്ഥാന മെഡിക്കൽ കൌൺസിൽ ലീഗൽ സെൽ ചെയർമാനും ന്യൂറോളജിസ്റ്റുമായ ഡോക്ടർ VG പ്രദീപ് കുമാർ എന്നിവർ അംഗങ്ങളാണ്. ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി മലപ്പുറം MSP പരേഡ് ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഗേൾസ് വിഭാഗത്തിൽ മങ്കട ഗവൺമെന്റ് സ്കൂളിലെ പ്ലറ്റൂണിന് 1-ാം സ്ഥാനം. പ്ലറ്റൂണിനെ നയിച്ച റഷ മറിയം മന്ത്രി K രാജിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങി. മലയാളി ഫോട്ടോഗ്രാഫേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മഹാരാഷ്ട്രയുടെ ലോഗോ പ്രകാശനം ചെയ്തു. കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫറും ഇന്റർനാഷണൽ മെന്ററുമായ രാജേഷ് ഗോപിനാഥ് പ്രകാശനം നിർവഹിച്ചു. സോഷ്യൽ ജസ്റ്റിസ് ഫോറത്തിന്റെ നന്മ മാധ്യമ പുരസ്കാരം 24-ന് ആലപ്പുഴ SD കോളേജിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് KM വർഗീസിൽ നിന്ന് 24 റിപ്പോർട്ടർ അശ്വിൻ പാലാഴി പുരസ്കാരം ഏറ്റുവാങ്ങി.
പ്രധാന അറിയിപ്പുകൾ നോക്കാം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായ പട്ടികവർഗക്കാർക്ക് 1000 രൂപ വീതം ഓണസമ്മാനം നൽകാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. 5 കോടി രൂപ ഇതിനായി മാറ്റിവെക്കും. ആശുപത്രികളിൽ മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക OP കൗണ്ടർ സെപ്റ്റംബർ 1 മുതൽ. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ്, ജില്ലാ ജനറൽ ആശുപത്രികൾ, സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിലാണ് മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക OP കൗണ്ടർ തുടങ്ങുക. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി പബ്ലിസിറ്റി കമ്മിറ്റി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നിറച്ചാർത്ത് മത്സരം ഈ മാസം 24 നടക്കും. രാവിലെ 9:30 ആലപ്പുഴ സെയിന്റ് ജോസഫ്സ് ഗേൾസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി PP ചിത്രരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്യും. ഓണത്തിന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ എല്ലാ വിദ്യാർത്ഥികൾക്കും 4 കിലോ അരി വീതം വിതരണം ചെയ്യുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും. ദേശീയ വാർത്ത. ഉത്തർപ്രദേശിലെ മഥുരയിൽ ട്രക്കിന് തീപിടിച്ചു. രാസവസ്തുക്കളുമായി പോയ ട്രക്ക് മറിഞ്ഞതിനെ തുടർന്നാണ് തീപിടിച്ചത്. തമിഴ്നാട് ചെങ്കൽപ്പെട്ടിൽ കല്യാണ പാർട്ടിയിൽ ഡാൻസ് കളിക്കവേ യുവതി കുഴഞ്ഞു വീണ് മരിച്ചു. കാഞ്ചീപുരം സ്വദേശി ജീവരത്നമാണ് മരിച്ചത്. ഡൽഹിയിലെ നിരവധി സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി. ഇമെയിലുകൾ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. പോലീസും മറ്റ് ഏജൻസികളും സ്കൂളുകളിൽ തെരച്ചിൽ നടത്തി. ഡൽഹി ദരിയാഗഞ്ചിൽ കെട്ടിടം തകർന്നു വീണ് അപകടം. 3 പേർ മരിച്ചു. അപകടത്തിന് കാരണം ബലക്ഷയമെന്ന് പ്രാഥമിക നിഗമനം. മലയാളി ഫോട്ടോഗ്രാഫേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മഹാരാഷ്ട്രയുടെ ലോഗോ പ്രകാശനം നിർവഹിച്ചു. PMK നേതാവായിരുന്ന രാമലിംഗത്തിന്റെ കൊലപാതകത്തിൽ NIA തമിഴ്നാട്ടിൽ നടത്തിയ റെയ്ഡിൽ ഒരാൾ അറസ്റ്റിൽ. ഇയാൾക്ക് PFI ബന്ധമുള്ളതായി കണ്ടെത്തി. രാജ്യാന്തര വാർത്ത. ഇന്ത്യക്കുമേൽ പിഴത്തീരുവ ഏർപ്പെടുത്തിയത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ്. യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്ത പക്ഷം പുടിന് ദുഷ്കരമായ സാഹചര്യം നേരിടേണ്ടി വരുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനിൽ നിന്നും നാടുകടത്തപ്പെട്ട അഫ്ഗാൻ കുടിയേറ്റക്കാരെ വഹിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെട്ട് 73 പേർ കൊല്ലപ്പെട്ടു. പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിലാണ് അപകടമുണ്ടായത്. സഖ്യകക്ഷികളായ ഫ്രാൻസിനും ഓസ്ട്രേലിയക്കുമെതിരെ ആഞ്ഞടിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി. തിരിച്ചടിച്ച് ഫ്രഞ്ച് പ്രസിഡന്റും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയും. ഗസയിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമാകുന്നു. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റും നേരിട്ട് ചർച്ചകൾ നടത്തട്ടെ എന്ന് ഡൊണാൾഡ് ട്രംപ്. യുക്രൈനിൽ സമാധാന സംരക്ഷണത്തിന് അമേരിക്കൻ സേനയെ അയക്കില്ല എന്നും ട്രംപ്. വിവാഹ സീസണിൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് 440 രൂപയാണ് കുറഞ്ഞത്. iPhone 17 സീരീസിന്റെ എല്ലാ മോഡലുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചേക്കും. രാജ്യത്തെ 5 പ്ലാന്റുകളിലാണ് iPhone 17 Pro ഉൾപ്പെടെ നിർമ്മിക്കുക. രാജ്യത്തെ 10-7 സ്റ്റാർട്ടപ്പുകളും ജീവനക്കാർക്ക് നവീന നൈപുണ്യ പരിശീലനം നൽകാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ട്. AI, ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകും. ഇൻഫോസിസ് ജീവനക്കാർക്ക് ദീപാവലി ധമാക്ക. 80 മുതൽ 89% വരെയായിരിക്കും ബോണസ് എന്ന റിപ്പോർട്ടുകൾ. റിയൽ മണി ഗെയിമിംഗിലൂടെ വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നുവെന്ന് കേന്ദ്ര സർക്കാർ. 45 കോടി പേർ നഷ്ടം നേരിട്ടുവെന്നും കണക്കുകൾ. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് GST ഒഴിവാക്കിയേക്കും. മന്ത്രിമാരുടെ കൂട്ടായ്മ ശുപാർശ നൽകിയെന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രി സമ്രാട് ചൌധരി. US ഓപ്പൺ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ നിന്ന് പിന്മാറി യാനിക് സിന്നർ. പരുക്കാശങ്കകളെ തുടർന്നാണ് തീരുമാനം. ആഴ്സണലുമായുള്ള കരാർ പുതുക്കി ലിയാൻഡ്രോ ട്രൊസാർഡ്. 2027 വരെയാണ് പുതിയ കരാർ. അർജന്റീൻ താരം ഗർണാച്ചോയെ സ്വന്തമാക്കാനുള്ള ചെൽസിയുടെ ശ്രമങ്ങൾ അന്തിമഘട്ടത്തിൽ. മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി അവസാനവട്ട ചർച്ചകളിലാണ് ചെൽസി. ICC 2020 റാങ്കിങ്ങിൽ വമ്പൻ കുതിപ്പ് നടത്തി ദക്ഷിണാഫ്രിക്കൻ താരം ഡെവാൾ ബെർവീസ്. 89 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടി ഇന്ത്യയുടെ സുരുചി സൗരഭ് ചൌധരി സഖ്യം. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് വിഭാഗത്തിലാണ് നേട്ടം. കലാസാംസ്കാരിക സിനിമാ വാർത്ത. നവാഗത സംവിധായകനായ ദിലീപ് നാരായണൻ സംവിധാനം ചെയ്ത ദ കേസ് ഡയറി എന്ന ചിത്രം നാളെ മുതൽ തിയേറ്ററുകളിലെത്തും. അഷ്കർ സൗദാൻ നായകനായ ചിത്രം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഫാക്ട് ചെക്ക്.
യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ പണം സംഭാവന ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രചരിക്കുന്ന എക്സ് പോസ്റ്റ് വ്യാജം. പണപ്പിരിവ് നടത്താൻ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിട്ടില്ലെന്നും പ്രചാരണം വ്യാജമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇപ്പോൾ കിട്ടിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കൊച്ചി സന്ദർശനത്തിന്റെ ഭാഗമായി നാളെയും മറ്റന്നാളും കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. നാളെ രാത്രി 8 മണിക്ക് ശേഷം മുട്ടം, കളമശ്ശേരി, ഇടപ്പള്ളി, പാലാരിവട്ടം, കല്ലൂർ, കച്ചേരിപ്പടി, ബാനർജി റോഡ്, ഹൈക്കോടതി ജംഗ്ഷൻ തുടങ്ങിയ ഭാഗങ്ങളിൽ നിയന്ത്രണമുണ്ടാകും. കോട്ടയം കുമരകം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കണക്ക് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ സ്കൂൾ ഓഫീസിൽ. ആലപ്പുഴ മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 2025-26 അധ്യയന വർഷത്തിലേക്ക് താൽക്കാലിക PT അധ്യാപകന്റെ ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 10:30. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ഗസയിലെ കുട്ടികളുടെ പോഷകാഹാരക്കുറവ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 3 ഇരട്ടിയായി ഉയർന്നെന്ന് ഐക്യരാഷ്ട്രസഭ. 3-ൽ 1 കുട്ടി പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നു എന്നും കണക്കുകൾ. മസ്കറ്റിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള സർവീസ് നിർത്തിവെക്കാൻ ഇൻഡിഗോ എയർലൈൻസിന്റെ തീരുമാനം. സീസൺ അല്ലാത്തതിനാൽ യാത്രക്കാർ കുറയുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. ജോളി LLB 3 എന്ന സിനിമയുടെ ടീസറിനെ ചൊല്ലി പരാതി. സിനിമയിലൂടെ ജുഡീഷ്യറിയെ അപമാനിച്ചു എന്നാണ് ആക്ഷേപം. യുവ നേതാവിനെതിരായ പുതുമുഖ നടിയുടെ ആരോപണത്തിൽ പ്രതികരിക്കാതെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാൻ ഇല്ലെന്നായിരുന്നു KPCC പ്രസിഡന്റിന്റെ മറുപടി. കോഴിക്കോട് വിലങ്ങാട് ദുരന്തബാധിതർക്കുള്ള ഉപജീവന നഷ്ടപരിഹാരം 9 മാസത്തേക്ക് കൂടി നീട്ടി നൽകും. പുതിയ പരാതികൾ പരിശോധിച്ച് അർഹരായവർക്ക് കൂടി ഉപജീവന നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. 100 ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.